ഞാൻ വിഷ്ണു. എന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ലൊരു ഫുഡി ടൈപ്പാണ്. എവിടെ നല്ല ഫുഡ് ഉണ്ടെങ്കിലും ഞാനവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തിന്നിരിക്കും. എനിക്ക് നല്ലൊരു ഹാബിറ്റാണ് എൻ്റെ അത്. നമ്മുടെ സിംപ്ലി നാടിന് വേണ്ടിയിട്ട് നല്ല നാടൻ ഫുഡുകൾ സെർച്ച് ചെയ്ത് ഇറങ്ങിയ സമയത്താണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് നെടുമ്പാശ്ശേരിയിൽ അടുത്തായിട്ട് എയർലൈൻ കാസിൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഹോട്ടൽ ഞാൻ കണ്ടത്. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ നല്ലൊരു തട്ടുകട സെറ്റപ്പിൽ എന്തൊക്കെയോ അവിടെ സെറ്റ് ചെയ്തങ്ങനെ കണ്ട് അറിഞ്ഞ് ചെന്നതാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞത് അതൊരു നാടൻ ഫുഡ് ഫെസ്റ്റിവലാണ്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് പണ്ടത്തെ സംഭവങ്ങളൊക്കെ വെച്ച്, അതായത് ചെറിയ കൂജയും പഴയ ഫോണും ഹാർമോണിയവും എല്ലാം കൂടി വെച്ച് നല്ലൊരു സെറ്റപ്പ്. നമുക്ക് എന്താണ് അവിടെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഹോട്ടലിലെ F&B മാനേജറാണ് നമ്മുടെ ബൈജു സർ. ഹായ് സർ. താങ്ക് യു സർ. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വലിയൊരു സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ ഇങ്ങനെ ചെറിയൊരു നാടൻ രീതിയിൽ തന്നെ ഒരു സെറ്റപ്പ് ഇട്ടിരുന്നത്? കാരണം ഇത് ഇപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഫുഡും കിട്ടും. പക്ഷേ ഒരു തനി നാടൻ കേരള ടച്ചുള്ള, അതായത് നമ്മുടെ വീടുകളിൽ അമ്മച്ചിമാരുണ്ടാക്കുന്ന ടൈപ്പിലുള്ള ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതെ, നമുക്ക് എപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്ത് പോകും. ശരിയാണ്. ഇതെന്ന് പറഞ്ഞാൽ തനി നാടൻ ഐറ്റങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഞങ്ങൾ അതിനകത്ത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇറച്ചി ഇടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ വേറൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അത് ആൾക്കാർ കാണാനും അത് ടേസ്റ്റ് ചെയ്യാനും അതെങ്ങനെ ഷെഫ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശമാണ്. ഇങ്ങനത്തെ വിഭവങ്ങൾ നമ്മൾ ചിലവർ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അത് എന്താണെന്ന് നമ്മളിലേക്ക് ശരിക്കും അങ്ങ് എത്തിക്കുകയാണല്ലോ. തീർച്ചയായും. ഇതിനകത്ത് മോർ ദാൻ ഒരു 50 വെറൈറ്റീസ് ഓഫ് ഡിഷസ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് 15 നോൺ വെജ്. 15 നോൺ വെജിൻ്റെ അകത്ത് നമ്മൾ 15 വെറൈറ്റീസ് ഓഫ് നോൺ വെജ് ആണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ സീ ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി സീ ഫുഡാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ചിക്കൻ അങ്ങനത്തെ ഐറ്റങ്ങൾക്കെല്ലാം ഇപ്പോൾ കുറച്ച് നമ്മൾ ഈ കാലാവസ്ഥ ചൂട് ഒക്കെ കാരണം സീ ഫുഡിന് മെയിൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നല്ല സ്വീറ്റും നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റി ഫുഡായിരിക്കുമല്ലോ സാർ. കേരള ഫുഡ് എന്ന് പറയുന്നത് എരിവും പുളിയും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഡിഷുകളാണ്. അതാണ് നമ്മൾ മെയിൻലി, അത് നിങ്ങൾക്കിത് ഷെഫ് തന്നെ നമ്മളത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ള എല്ലാ ഷെഫിൻ്റെ കയ്യിലാണ്. ഷെഫ് അത് കാണിച്ച് നിങ്ങളെ ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വഴിയാണ് ചെയ്യുന്നത്. താങ്ക് യു സാർ. വിഷ്ണു ഷെഫ്. ശരിക്കും നമ്മുടെ നാടൻ രീതിയിൽ ശരിക്കും നമ്മുടെ ഒരു ചായക്കടയും ബാക്കി എല്ലാ രീതിയും കാണുമ്പോഴും നല്ല തോർത്തുമുണ്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ കുത്തിയിരിക്കുന്ന ഒരാളെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഫുള്ളി യൂണിഫോം ആണെങ്കിലും ഉണ്ടാക്കുന്നത് നല്ല വിഭവസമൃദ്ധമായ നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ്. നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാം. എന്താണ് ഷെഫ് നമ്മളിവിടെ മെയിനായിട്ട് ഇന്നിപ്പോൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൊഫേയിലുള്ള ഐറ്റംസ് തന്നെയാണ്. നമ്മളുടെ അതിൽ നിന്ന് നമ്മുടെ ഹോട്ടലിൽ സ്പെഷ്യലായിട്ട് പലരും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ഫുഡാണ് ചിക്കൻ പെരട്ടി എന്ന് പറഞ്ഞ ഡിഷാണ്. ചിക്കൻ പെരട്ടിയത്. ഇത് സ്വല്പം സ്പൈസി ഡിഷാണ്. നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള മുളക് ഇട്ട മീൻകറി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് വറ്റിച്ചെടുക്കുന്ന സ്റ്റൈലാണ്. ചിക്കനാണത്. ചിക്കൻ പെരട്ടി എന്ന് പറഞ്ഞ ഡിഷാണ്. അതിന് കോമ്പിനേഷനായിട്ട് നമുക്കൊരു പുട്ടുണ്ട്. അത് ഇറച്ചി മുട്ട പുട്ട്, ഒരു വെറൈറ്റി പുട്ടാണ്. ഇറച്ചിയും മുട്ടയും പുട്ടും കൂടി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു പുട്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വലിയ ഫാമിലി ദോശ ഉണ്ടാവും. ഇതൊരു കോംബോ പോലെ. അപ്പോൾ നമ്മുടെ എന്താണ് ചിക്കൻ പുരട്ടിയതല്ലേ? ചിക്കൻ പെരട്ടിയത്, ഇറച്ചി മുട്ട പുട്ട്, പിന്നെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദോശ. അത് നല്ലൊരു, അതും ഒരു നോൺ വെജ് സ്റ്റൈൽ ദോശയാണ്. സീ ഫുഡ് ചില്ലി ദോശയാണ്. നമ്മൾ സീ ഫുഡ് ചില്ലി ദോശ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. നല്ല നാടൻ രീതി തന്നെയാണ്. അതെ അതെ. സോ നമുക്കപ്പോൾ എന്താ നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നിന്ന് ഞാൻ ഈ തട്ടുകട ഉള്ളിലേക്ക് ചാടിയൊക്കെയാണ്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഷെഫ്? ചിക്കൻ പെരട്ടി എന്ന് പറഞ്ഞ ഡിഷാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. വാൽമേ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം. ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. അത് ചൂടാവണം. അതെ. ഇതിനു മുമ്പ് ഷെഫ് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് ഓൾറെഡി? ഇപ്പോൾ നമ്മൾ ചിക്കൻ പെരട്ടി എന്ന് പറഞ്ഞ ഡിഷാണ് അടിക്കുന്നത്. ഇത് കോക്കനട്ട് ഓയിലാണ്. പിന്നെ അതിൽ വേണ്ട കറിവേപ്പിലയുണ്ട്. ഇതിൻ്റെ മസാലയാണ് ഇത്. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, ലൈറ്റായിട്ട് കൊറിയാണ്ടർ പൗഡർ, ലൈറ്റായിട്ട് ടർമറിക് പൗഡർ. നല്ല എരിവായിരിക്കും. പിന്നെ വിനാഗിരിയിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്താ ചിലപ്പോൾ ദോശയൊക്കെ ആ രീതിയിലുള്ള സംഭവമാണത്. ഒരു ചട്നിയാണത്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മറ്റു ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ക്രസ്റ്റ് ചില്ലി, ഇതിൻ്റെ വേറെ ഐറ്റമാണ്. അതെ, ഉണക്കമുളക് ക്രസ്റ്റ് ചില്ലിയാണ്. അത് ഒന്ന് ക്രഷ് ചെയ്തിരിക്കും. അതെ, പൊടിച്ചില്ല. അതെ. പിന്നെ ഇത് സംഭവം നമ്മൾ കൂടുതലും ചെയ്യുന്ന ചെറുള്ളി. ചെറുള്ളിയാണ് എപ്പോഴും ടേസ്റ്റ്.
ചെറുള്ളി ഇട്ടിട്ടാണ് ഇത് അടിക്കുന്നത്. അതെ, നമുക്ക് എപ്പോഴും ഈ സവോളയെക്കാളും കൂടുതൽ ടേസ്റ്റ് നാടൻ ടേസ്റ്റ് വരുന്നത് എപ്പോഴും ചെറുള്ളിക്കാണ്. നമ്മുടെ കേരള ടിപ്പിക്കൽ ടേസ്റ്റ് വരുന്നത് ചെറുള്ളി. അപ്പോൾ എപ്പോഴും നല്ല നാടൻ ടേസ്റ്റ് വേണമെങ്കിൽ എപ്പോഴും ചുവന്നുള്ളി യൂസ് ചെയ്യണം. ചുവന്നുള്ളി, അതെ അതെ. പിന്നെ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് സ്ലൈസ് ചെയ്ത് തോന്നിയുണ്ട്, ക്യൂബ്സ് ആക്കി വന്നു. ഇത് നമ്മൾ വേറൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊരു വേപ്പില മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ദോശ വരുന്നതാണ്, ഒരു സ്പെഷ്യൽ ദോശയാണ് ഈ ഒരു കോംബോ. അതെ അതെ, വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടി. നമ്മൾ ഓയിൽ ഹീറ്റായി, അതിലേക്ക് നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് ആണത്, കടുക്. ചൂടെണ്ണയിലോട്ട് കടുകിട്ട് ടാന്ന് പോയിട്ട് മോട്ടിക്ക് വീഴുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി കൊത്തിയരിഞ്ഞ് നന്നായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ഇട്ടേക്കാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, പച്ചമുളക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു നാടൻ ഫുഡ് തന്നെയാണ്. എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് തെറിക്കുന്നുണ്ടല്ലോ മേത്തോട്ട്. അപ്പോൾ അതിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാം. അതെ, നമ്മുടെ റെഡ് ചില്ലി ഇരിക്കുന്നുണ്ട്, 2 റെഡ് ചില്ലി പയ്യെ ഒന്ന് ഓടിച്ചിടാം. സ്പൈസി സ്വല്പം കൂട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ ഈ ചെറുള്ളിനെ കുറച്ച് റേഷ്യോ അങ്ങനെ എന്തെങ്കിലും ഇതൊരു 50 ഗ്രാം ചെറുള്ളി ഇട്ടാലും, ഇപ്പം നമ്മൾ 1 കിലോ ആണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 ഗ്രാം ചെറുള്ളി എടുക്കാം. ഇപ്പം നമ്മളൊരു 2 പോർഷനാണിത് ചെയ്യുന്നത്. 2 പോർഷൻ. ഇവിടെ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 120-140 ഗ്രാം വെച്ചാണ് നമുക്ക് കൊടുക്കുന്നത്. അതാണ് ഒരു പോർഷൻ. ബോൺലെസ് ആണ്. അപ്പോൾ ഇത് നല്ല ബോൺലെസ് ആയ ചിക്കനാണ് ഇവിടെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. എന്തായാലും നല്ല രസം ഉണ്ടാവും, നല്ല സ്പൈസി ആയിട്ട് നന്നായിട്ട് എരിഞ്ഞിരിക്കും. കുറച്ച് ചോപ്പ് ചെയ്ത ഒനിയൻ, സാധാ ഒനിയൻ. അതെ, സവോള കുറച്ചും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്താൽ ഗ്രേവി സ്വല്പം ഒരു തിക്കാവും. ഓൾവേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേവി തിക്കാണ്. അങ്ങനത്തെ സംഭവം പെരട്ടിയാണല്ലോ എടുക്കുന്നത്. എന്താ പറയുക, നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ ആണ്. അതിലേക്ക് കുറച്ച് ഈ വലിയ ഉള്ളി തന്നെ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്നത്. അത് ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു സെയിം ക്യൂബായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒപ്പം തന്നെ നിൽക്കും ഈ ഒനിയൻ. ഇതിലേക്ക് നമ്മൾ ഈ നമ്മുടെ മസാല ഓൾറെഡി ഇവിടെ ഉണ്ട്. ആദ്യം പറഞ്ഞ മറ്റേ മുളകും വിനാഗിരി, ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ പൗഡർ എല്ലാം കൂടി മിക്സ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചതാണോ അതോ ഇപ്പം നാടൻ രീതി നമ്മളിവിടെ പൊടിച്ചെടുക്കുന്നതാണ്. പൊടിച്ചെടുക്കുന്നതാണല്ലേ. 1 ടീസ്പൂൺ ചെറുതെ മേൻ പൊടിക്കുന്ന ഇട്ടേക്കുവാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാം. ഗ്രേവിക്കായിട്ട് നമ്മളിപ്പോൾ വെള്ളം യൂസ് ചെയ്യും. ഇത് ബോയിലായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി ഈ സെയിം മസാല നമ്മൾ നേരത്തെ ഇട്ട ഈ മസാല തന്നെ പുരട്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. ഇത് നമ്മളുണ്ട് ബോൺലെസ് ചിക്കൻ. ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ മുളകും എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി പുരട്ടി വെച്ചേക്കാണ്. നമ്മൾ സാധാ മീൻ ചിക്കനൊക്കെ വറക്കണ പോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ സെയിം മസാല തന്നെ. ഇത് കുരുമുളകല്ല, ക്രഷ്ഡ് കുരുമുളകുണ്ട് ചെറുതായിട്ട്. ക്രഷ്ഡ് പെപ്പേഴ്സ് നല്ല സ്പൈസി ആയിരിക്കും മിക്കവാറും. നല്ല ക്രഷ്ഡ് പെപ്പേഴ്സ് എല്ലാം ചില്ലി പൗഡർ എല്ലാം കൂടി ആഡ് ചെയ്ത് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇടാം. എന്താ പറയുക, നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ ആ ഒരു കളറും ആ ഒരു ഗ്രേവി ടൈപ്പാണ്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കാവും. പെട്ടെന്ന് തന്നെ ആവില്ല, ഇത്ര സംഭവങ്ങളും കിട്ടാൻ. അതെ, പെട്ടെന്ന് തിക്കായി ഇത് പെരളും. ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഗ്രേവി ടൈപ്പാണ് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, പിന്നെ അത് നന്നായിട്ട് പെരട്ടി വറ്റിച്ച് ഡ്രൈ ആയിട്ടാണ് ആ ചിക്കൻ വറ്റിച്ചെടുക്കുമ്പോൾ ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പെട്ടെന്ന് കയറും. പെട്ടെന്ന് ചിക്കൻ അബ്സോർവ് ചെയ്യും ഈ മസാലയെല്ലാം. ചിക്കനിലേക്ക് എല്ലാ ഫ്ലേവറും കൂടി കയറി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. ഇത് നേരത്തെ ബോയിൽ ചെയ്തുള്ള ചിക്കൻ ഫ്രഷ് ചിക്കൻ ആണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ആ സെയിം മാരിനേഷൻ ഇതിൽ കൊടുത്തിരിക്കും. സെയിം മാരിനേഷനിൽ ഫ്രഷ് ചിക്കൻ മസാല തന്നെ സെയിം മസാല. ബോയിൽ ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതെ. അപ്പോൾ ആ ഫ്ലേവർ തന്നെ 2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല സ്പൈസി ആയിരിക്കും. ഇത് ശരിക്കും പെരണ്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ പെരണ്ട ശേഷം ശരിക്കും ആ ഗ്രേവി ഒക്കെ അങ്ങ് പെരണ്ട് തന്നെ. ശരി, ഈ റെഡ് ചില്ലി ഇത് വറുത്തിട്ട് പൊടിച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റും. അല്ലെങ്കിൽ അതെ. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു ചില്ലിയുടെ ഫ്ലേവറാണ്. റെഡ് ചില്ലി ആണ് അത് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കൊരു ലൈം ബഡ് ചെയ്യും.
ഇച്ചിരി ലൈം വെഡ്ജിങ് ഒഴിക്കാം ഫിനിഷ് ചെയ്യാൻ മുമ്പ്. ഇത് ശരിക്കും വറ്റിക്കേണ്ട ഒരു ചെറിയൊരു നാരങ്ങയുടെ പീസ്. സ്പൈസിയിൽ ഒരു ഇച്ചിരി ലൈം ജ്യൂസ് ചെല്ലുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ എന്താ ശരിക്കും നമ്മൾ ആ ടേസ്റ്റ് വ്യത്യാസം? ഒരു ചെറിയൊരു സോൾട്ടേഴ്സ് നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസിന് ഒരു ലൈം ജ്യൂസ് വെച്ചാൽ നല്ലതായിരിക്കും. ബീൻസും നമ്മളിതിലേക്ക് പകർത്താം. ഇങ്ങോട്ട് പകർത്താണ്. ഈ നമ്മുടെ ഇവിടെ നല്ല കാറ്റടിക്കണ്ടേ, ഇപ്പം ഈ ചൂട് എന്താ പറയുക, സ്റ്റീം നമ്മുടെ മോത്തിക്ക് അടിക്കുമ്പോൾ നല്ല ചിക്കൻ മണുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മുടെ വറവ് റെഡിയാണ്. കറി ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും മറ്റേ കടുക് താളിക്കുന്ന പോലെ കടുക് താളിക്കുന്ന ആ ഒരു സെയിം രീതി തന്നെ അത് ഗാർണിഷ് ചെയ്യണം. വറ്റൽമുളകും കറിവേപ്പിലയും ചെറുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട്. ഇതിപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാ സാധനം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും.